നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. വലിയ വിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് സമാപനമാവുകയാണ്. ധനബിൽ പാസാക്കി സഭ ഇന്ന് പിരിയും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് ഒഴിവാക്കാതെയുള്ള ബില്ലാണ് പാസാക്കുക എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. പക്ഷേ പുതിയ നികുതി ഇന്നു മുതൽ നിലവിൽ വരില്ല എന്നതാണ് സർക്കാരിൻ്റെ ന്യായം. ബില്ലിൽ നിന്ന് ഈ വ്യവസ്ഥ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അംഗീകരിക്കാത്തതിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കും, ഉറപ്പാണ്. അതിനപ്പുറം കോൺഗ്രസിനകത്ത് തന്നെ വലിയ അതിർത്തി പുകയുന്നുണ്ട് എന്നതും വി.ഡി. സതീശന് വലിയ തലവേദനയാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയും ഇന്ന് ചേരാൻ പോകുന്നു. അതോടൊപ്പം മറ്റൊന്ന്, തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വന്നാൽ കാപ്പ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന BJP കൗൺസിലർ R. സുഗതനെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു. വധശ്രമ കേസിൽ പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് സുഗതനെ വിയൂർ ജയിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. ഒരു മാസത്തിനകം ജാമ്യം നേടി സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെടും. BJPക്ക് അത് വലിയ വെല്ലുവിളിയാണ്. അങ്ങനെ ഒട്ടേറെ വിവരങ്ങൾ പ്രതീക്ഷിക്കുന്ന മണിക്കൂറുകളാണ് ഇനിയുള്ളത്. നോക്കാം ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ധനവിനിയോഗ ബിൽ ഇന്ന് നിയമസഭ പാസാക്കും. FCRA ഭേദഗതിക്ക് എതിരെ സഭയിൽ പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കും. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് സമാപനം. PM ശ്രീയിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഇന്ന്. സിലബസ് തയ്യാറാക്കലും സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പും ചർച്ച ചെയ്യും. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവേയും പ്രീ ക്വാർട്ടറിൽ. എംബാപ്പയ്ക്ക് ഇരട്ട ഗോൾ. സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫ്രാൻസ്. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസും പരാഗ്വേയും ഏറ്റുമുട്ടും. ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി നോർവേ. പ്രീ ക്വാർട്ടറിൽ നോർവേയും ബ്രസീലും നേർക്കുനേർ. മെക്സിക്കോ ഇക്വഡോർ മത്സരം മഴ മൂലം വൈകുന്നു. ഇംഗ്ലണ്ട് കോങ്കോ പോരാട്ടം രാത്രി 9:30. വടക്കൻ കേരളത്തിൽ മഴ ശക്തം. ഓറഞ്ച് അലർട്ട് ഉള്ള കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 3 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. അന്ത്യോദയ അന്ന യോജന പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന മാറ്റം സംസ്ഥാനത്തിന് കനത്ത തിരിച്ചടിയാകുമെന്ന് റേഷൻ വ്യാപാരികൾ. 5-ൽ താഴെ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്കുള്ള സൗജന്യ ഭക്ഷ്യധാന്യത്തിന്റെ അളവ് കുറയ്ക്കുന്നത് പ്രതിസന്ധിയാകുമെന്ന ആശങ്ക. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് സമാപനമാവുകയാണ്. മെയ് 22-ന് അധികാരമേറ്റ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് സമ്മേളനമായിരുന്നു ഇത്. ജൂൺ 19-ന് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി V.D. സതീശൻ അവതരിപ്പിച്ച പരിഷ്കരിച്ച ബജറ്റിന്റെ ധനവിനിയോഗ ബിൽ ഇന്ന് സഭ പാസാക്കും. FCRA നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിന് എതിരായ പ്രമേയം സഭയിൽ അവതരിപ്പിക്കും. വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം അത് ഇന്ന് പിരിയുകയാണ്. ഒട്ടേറെ വിവാദങ്ങൾക്കൊടുവിലാണ് ഇന്നിപ്പോൾ സഭ പിരിയുന്നത്. എടുത്തു പറയേണ്ടത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി അതുതന്നെയാണ്. അത് എന്തായാലും ധനബില്ലിൽ ഉൾപ്പെടുത്തും അല്ലേ? മായ, ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ധനബില്ല് കൂടിയാണ് ഇത്തവണ പാസ്സാക്കുന്നത് എന്നതാണ്. ഇത്തവണത്തെ ധനബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ കൽപ്പിക്കുന്നതിൻ്റെ കാര്യം തന്നെ. ഭരണപക്ഷത്ത് നിന്നും അതുപോലെ തന്നെ പ്രതിപക്ഷത്ത് നിന്നും വളരെ ശക്തമായ പ്രതിഷേധത്തിന് ഇടയിലാണ് മുഖ്യമന്ത്രി ഈ ധനബില്ലിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കുന്ന കാര്യം, അല്ലെങ്കിൽ നികുതി കുറച്ചത് കൂടി ഉൾപ്പെടുത്തുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. VM സുധീരൻ ഉൾപ്പെടെ ഉള്ളവർ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ഘടകകക്ഷികൾക്കുള്ളിൽ നിന്ന് തന്നെ, മുസ്ലിം ലീഗിനുള്ളിൽ നിന്ന് തന്നെ ഇതിനുള്ളൊരു പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് ഇക്കാര്യം ഇപ്പോൾ ധനബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഈ ധനബില്ലിൽ ഇക്കാര്യം ഉൾപ്പെടുത്തി പാസ്സാക്കിയാൽ തന്നെയും സർക്കാരിൻ്റെ ഒരു പ്രത്യേക വിജ്ഞാപനം ഇറങ്ങാതെ ഇത് പ്രാവർത്തികമാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെയൊക്കെ ഈ മുഖ്യമന്ത്രി പ്രതിരോധിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തുതന്നെയായാലും ഇന്നത്തെ ധനബില്ലിൻ്റെ
അവതരിപ്പിക്കുമ്പോൾ ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നേരത്തെ തന്നെ കരട് ധനബില്ലിൽ അടക്കം ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപക്ഷെ ഇന്ന് സർക്കാരിൻ്റെ വിജ്ഞാപനം കൂടി ഇറക്കിയാൽ മാത്രമേ ഇത് പ്രാവർത്തികമാകൂ എന്ന കാര്യം കൂടി ഇന്നത്തെ ധനബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. ഇത് പാസ്സാക്കിയാലും പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത് പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യ കമ്പനികൾക്കടക്കം ഹൈക്കോടതിയിലടക്കം പോയി അല്ലെങ്കിൽ കോടതിയിലടക്കം പോയി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിന് കഴിയും എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതേ സമയത്താണ് ഈ ഇടതുപക്ഷം ഭരിച്ചിരുന്ന അതേ കാലയളവിൽ തന്നെ 3 മന്ത്രിമാരുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളടക്കം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് തന്നെയാണ് വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവുകളടക്കം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ട് അങ്ങനെ സഭയിൽ ഏറെ നമുക്കറിയാം ചർച്ചാ വിഷയമായ അല്ലെങ്കിൽ പുറത്തുമേറെ ചർച്ചാ വിഷയമായ 16ാം കേരള നിയമസഭയുടെ വി ഡി സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായി ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെയാണ് ഇന്ന് സമാപനം ആകുന്ന നിയമസഭാ സമ്മേളനത്തിലടക്കം FCRA ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയം കൂടി സർക്കാർ ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട്, അതും പാസ്സാക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് കേരളം എന്നത് ഔദ്യോഗിക രേഖകളാക്കണമെന്ന ഔദ്യോഗിക രേഖയായി മാറ്റണമെന്ന രാഷ്ട്രപതി റഫറൻസിന് കൂടി ഇന്നത്തെ നിയമസഭാ സമ്മേളനം അനുമതി നൽകുന്നു അല്ലെങ്കിൽ അംഗീകാരം നൽകുന്നു എന്നതുമുണ്ട്. ഇനി അത് ലോക്സഭയിലേക്ക് അയച്ച് ലോക്സഭ കൂടി പാസ്സാക്കിയാൽ മാത്രമാണ് ഇത് നിയമമായി മാറുക അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ മാറ്റമുണ്ടാവുക എന്നതാണ്. അങ്ങനെ നമുക്കറിയാം വി ഡി സതീശൻ സർക്കാർ വന്നതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായി ഈ നികുതി കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതിയിലെ തീരുമാനം വരുന്നു. ഒപ്പം തന്നെയാണ് മറ്റ് കാര്യങ്ങളിൽ ഇപ്പം ഈ FCRA നിയമത്തിൽ അടക്കമുള്ള ഭേദഗതിയിൽ കഴിഞ്ഞ സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമേയം പാസ്സാക്കിയിരുന്നു. ഇപ്പോൾ പുതിയ സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിൽ തന്നെ FCRA നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസ്സാക്കി, അതിനെതിരെയുള്ള പ്രമേയം പാസ്സാക്കിക്കൊണ്ട് സഭ പിരിയാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. ഇന്ന് ചേരുന്ന ധനബില്ല് പാസ്സാക്കുന്നതോടുകൂടിയാണ് ഇന്നത്തെ ഈ ആദ്യ സമ്മേളനത്തിന് വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് സമ്മേളനത്തിന് സമാപനമാണ്. രജിത്ത്, സഭ ഏതായാലും ഇന്ന് പിരിയാൻ പോവുകയാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ് പോലെ തന്നെ വലിയ വിവാദത്തിലേക്ക് വഴിവെച്ച ഒന്നാണ് PM ശ്രീ പദ്ധതി. ഈ PM ശ്രീയിൽ വിവാദം പുകഞ്ഞപ്പോൾ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിക്കുകയുണ്ടായി. ഈ ഉപസമിതിയുടെ യോഗം ഇന്ന് ഉണ്ട് അല്ലേ? എന്താണ് ഈ യോഗത്തിൻ്റെ ഒരു അജണ്ട? ഈ സിലബസ് തയ്യാറാക്കലും സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പും അതൊക്കെയാണോ ചർച്ചയ്ക്ക് വരിക? ഇന്ന് നിയമസഭാ സമ്മേളനത്തിന് ശേഷമാണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട യോഗം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു ഉപസമിതിക്ക് രൂപം നൽകിയിരുന്നു. ആ ഉപസമിതിയുടെ 2ാമത് യോഗമാണ് ഏറ്റവും പ്രധാനമായി ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിന് ശേഷം നടക്കുന്നത്. അതിൽ തന്നെ സ്കൂളുകളുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പും സിലബസ് തയ്യാറാക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ചർച്ച തന്നെ ഇക്കാര്യത്തിലുണ്ടാക്കി. 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ള സമിതി. അതുകൊണ്ട് തന്നെ ഒരു വിശദമായ ചർച്ച ഇക്കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിദ്യാഭ്യാസ മന്ത്രി M ഷംസുദ്ദീനും അതുപോലെ തന്നെ എക്സൈസ് മന്ത്രി M ലിജുവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M ജോണും ഉൾപ്പെടെ മന്ത്രി PC വിഷ്ണുനാഥും ഉൾപ്പെടെയുള്ളവരുടെ സമിതിയാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നത്. അവർ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ച നടത്തി ഇക്കാര്യത്തിൽ തീരുമാനത്തിലേക്ക് പോകും. 1 മാസത്തിനകം തന്നെ ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള വളരെ വേഗത്തിലുള്ള നടപടികളാണ് സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശരി, രജിത്താണ് വിവരങ്ങൾ നൽകിയത്. PM ശ്രീയിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗമുണ്ട് ഇന്ന്. സിലബസ് തയ്യാറാക്കലും സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പുമൊക്കെ ചർച്ചയ്ക്ക് വരും. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം സഭ ഇന്ന് പിരിയുകയുമാണ്. ധനബിൽ പാസ്സാക്കിക്കൊണ്ടായിരിക്കും സഭ പിരിയുക. പാർലമെന്റിലേക്ക് പോയാൽ പാർലമെന്റിന്റെ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ഇന്ന് യോഗം ചേരാൻ പോകുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വരുത്തിയ പരിഷ്കാരങ്ങളും പരീക്ഷാ നടത്തിപ്പിന് വിശ്വാസ്യത ഉറപ്പാക്കാൻ സ്വീകരിക്കേണ്ട നടപടികളും ചർച്ചയാവും. NTA DG സമിതിക്ക് മുന്നിൽ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ നീറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ ഇതൊക്കെ ഇന്നത്തെ ഈ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതിയിൽ ചർച്ചയ്ക്ക് വരില്ലേ?
നീറ്റ് പരീക്ഷ പിന്നീട് നടത്തിയിട്ടുള്ള പുനഃപരീക്ഷ അതോടൊപ്പം ഇനി അടുത്ത വർഷങ്ങളിൽ നടക്കേണ്ട പരീക്ഷ സംബന്ധിച്ചുമെല്ലാം വിശദമായിട്ടുള്ള ചർച്ച പാർലമെന്റിന്റെ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതിയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ DG ഈ സ്ഥിരം സമിതിക്ക് മുൻപിൽ ഇന്ന് ഹാജരാകുന്നുണ്ട്. പുനഃപരീക്ഷയ്ക്കായി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഒപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഘടനയിലും പരീക്ഷാ നടത്തിപ്പിലും വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ഇവയെല്ലാം തന്നെ വിശദമായി ഈ സമിതിക്ക് മുൻപിൽ NTA DG ബോധ്യപ്പെടുത്തും. കൂടാതെ ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷൻ K രാധാകൃഷ്ണനും പാർലമെന്റ് കാര്യ സമിതിക്ക് മുൻപിൽ ഹാജരാകുന്നുണ്ട്. കാരണം വലിയൊരു വിദ്യാർത്ഥികളുടെ വിഷയമായി നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള മറ്റ് പരീക്ഷാ നടത്തിപ്പുകളിൽ വന്നിട്ടുള്ള വീഴ്ചകൾ മാറിയിരുന്നു. ഇതിനു മുൻപ് ചേർന്ന വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഈ വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും വരും വർഷങ്ങളിൽ പരീക്ഷയുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്ന തരത്തിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നീറ്റ് പുനഃപരീക്ഷയിൽ ചില മാറ്റങ്ങൾ അതിന്റെ ഘടനയിൽ ചോദ്യപേപ്പർ എത്തിക്കുന്നതിലും ഉൾപ്പെടെ ഒപ്പം പരീക്ഷാ ഹാളിലെ ക്രമീകരണങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ NTA വരുത്തിയിരുന്നു. ഇതെല്ലാം തന്നെ വിശദമായി പാർലമെന്റ് കാര്യ സമിതിക്ക് മുൻപിലേക്ക് എത്തിക്കും. അടുത്ത വർഷം മുതൽ പരീക്ഷയുടെ വിശ്വാസ്യത കൂടുതൽ ഉറപ്പാക്കാനുള്ള നടപടികൾ, എന്തെല്ലാം തുടർ നടപടികൾ സ്വീകരിക്കണം, ഇതെല്ലാം സംബന്ധിച്ച് വിശദമായ ചർച്ച നടക്കും. MP-മാരുടെ അഭിപ്രായങ്ങൾ തേടും. ഇക്കാര്യങ്ങളിൽ വിശദമായ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇന്ന് പാർലമെന്റിന്റെ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി യോഗം ചേരുന്നത്. 10:30 കൂടിയാണ് യോഗം ആരംഭിക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ DG കൂടാതെ ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷൻ K രാധാകൃഷ്ണൻ എന്നിവർ സമിതിക്ക് മുൻപിൽ നേരിട്ട് ഹാജരാകും. ശരി, ജിഷ്ണു ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടെന്ന്. പാർലമെന്റ് വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ഇന്ന് യോഗം ചേരാൻ പോവുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ സമഗ്രമായ മാറ്റം വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വിബിജി റാംജി പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നു. ഇതോടെ തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയരും. പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കാൻ ബയോമെട്രിക്സ്, ജിയോ ടാഗിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തും. വിവിധ തലങ്ങളിൽ പരാതി പരിഹാരത്തിനും വ്യവസ്ഥയുണ്ട്. തൊഴിലിന് ശേഷം 7 ദിവസം അല്ലെങ്കിൽ പരമാവധി 15 ദിവസത്തിനകം വേതനം നൽകണമെന്നും പദ്ധതിയിൽ വ്യവസ്ഥയുണ്ട്. വേതനത്തിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% വിഹിതവും കേന്ദ്രം വഹിക്കും. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായ 3 ദിവസം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡും ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. 4-ാം തീയതി വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രേഷ്മ ചേരുകയാണ്. രേഷ്മ, മഴ കനക്കുകയാണ്, പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ലക്ഷ്മ നിൽക്കുന്ന അവിടെ കുട പിടിച്ചൊന്നും അല്ല നിൽക്കുന്നത്. ഇപ്പോൾ മഴയില്ല അല്ലേ? തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ മഴ ശക്തമായിട്ടില്ല. ഇന്ന് പുലർച്ചെ ശക്തമായ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ മഴ കുറഞ്ഞിരിക്കുകയാണ്. അതേസമയം തന്നെ വടക്കൻ കേരളത്തിൽ നമുക്കറിയാം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ ശക്തമായിരിക്കുന്നത്. തുടർച്ചയായി 4 ദിവസം ഓറഞ്ച് അലേർട്ട് ഉള്ളതിനാൽ തന്നെ ഈ ഒരു 2 ജില്ലകളിൽ മാത്രം, ഈ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴയായിരുന്നു ഈ ജില്ലകളിൽ അനുഭവപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കളക്ടർമാർ ഈ ജില്ലകൾക്ക് മാത്രം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ അവധി ബാധകമാണ്. അംഗനവാടികൾ ഉൾപ്പെടെയും നേരത്തെ തന്നെ PSC പരീക്ഷകൾക്ക് മാത്രമാണ് ബാധകമല്ലാത്തത്. ശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ ഈ ജില്ലകളിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. അതേസമയം വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം ജൂൺ മാസത്തിൽ കാര്യമായ മഴയൊന്നും ഈ വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് എവിടെയും ലഭിച്ചിരുന്നില്ല. 39% മാത്രമാണ് മഴ ജൂൺ മാസത്തിൽ ലഭിച്ചിരുന്നത്. എൽനീനോ പ്രതിഭാസത്തിന്റെ ഭാഗമായാണ് മഴ കുറഞ്ഞതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ തന്നെ നേരത്തെ ലഭിച്ചിരുന്ന മഴ ലഭിക്കില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മഴയിൽ കുറവുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് നിലവിൽ. അതേസമയം വടക്കൻ കേരളത്തിൽ മഴ 4 ദിവസത്തേക്ക് ശക്തമാകുമെന്നുള്ള അറിയിപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മലയോര പ്രദേശത്ത് ഉൾപ്പെടെ വെള്ളത്തിൽ ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ട്രോളിംഗ് ആയതിനാൽ നിരവധി മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ വള്ളങ്ങളിൽ സഞ്ചരിക്കരുത്. ഇവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിക്കൊടുക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
അന്ത്യോദയ അന്ന യോജന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന മാറ്റം സംസ്ഥാനത്തിന് കനത്ത തിരിച്ചടിയാവുമെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു. 5-ൽ താഴെ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്കുള്ള സൗജന്യ ഭക്ഷ്യധാന്യത്തിന്റെ അളവ് കുറയ്ക്കുന്നത് പ്രതിസന്ധിയാകുമെന്ന ആശങ്കയാണ് നിലവിൽ ഉയരുന്നത്. മഞ്ഞക്കാർഡ് കുടുംബങ്ങളുടെ വലുപ്പവുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്രം റേഷൻ വിഹിതം വെട്ടിച്ചുരുക്കുന്നത്. സൗജന്യമായി ലഭിക്കുന്ന ഭക്ഷ്യധാന്യത്തിന്റെ അളവ് അംഗത്തിന് 7 കിലോ ആയി നിജപ്പെടുത്താനാണ് കേന്ദ്ര നീക്കം. കോഴിക്കോട് ജില്ലയിൽ 38,595 കുടുംബങ്ങളിലായി 1.5 ലക്ഷത്തോളം പേരെയാണ് ഇത് ബാധിക്കുക. നിലവിൽ അംഗങ്ങളുടെ എണ്ണം പരിഗണിക്കാതെ AAY കാർഡുടമയ്ക്ക് 35 കിലോ സൗജന്യ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത്. ഇതിനാൽ 2 അംഗ കുടുംബത്തിന് 35 കിലോ കിട്ടിയിരുന്നത് 14 കിലോയായി ചുരുങ്ങും. ഒറ്റയടിക്ക് കുറയുന്നത് 21 കിലോ. കേരളത്തിൽ ഒരു കാർഡിൽ നിലവിൽ 1 മുതൽ 5 അംഗങ്ങളാണ്. 5 പേരിൽ കൂടുതലുണ്ടെങ്കിലും പരമാവധി 35 കിലോ ലഭിക്കും. AAY കാർഡ് ശുദ്ധ ദരിദ്രം എന്ന് പറയുന്ന വിഭാഗത്തിന് ഇന്ന് വരെ ഒരു കുടുംബത്തിന് 35 കിലോ ഭക്ഷ്യധാന്യം കൊടുത്തു. അത് 7 കിലോ ഒരാൾക്ക് 7 കിലോ ആക്കി ചുരുക്കാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ മനസ്സിലാക്കി പരിസ്ഥിതി മനസ്സിലാക്കി ഒരു 10 കിലോ ഭക്ഷ്യധാന്യം ഒരു മാസത്തിൽ ഇവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. നമ്മളതേ ആവശ്യപ്പെടുന്നുള്ളൂ. അതായത് അതിന് വിവേചനം കാണിക്കരുത്. AAY എന്നോ പിന്നെ PHH BPL എന്നുള്ള വിവേചനം കാണിക്കരുത്. ജില്ലയിൽ AAY കുടുംബങ്ങൾ ഏറെയുള്ളത് തീരദേശത്താണ്. ഇതിൽ ഭൂരിഭാഗവും മത്സ്യത്തൊഴിലാളികളാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കായി 2000-ലാണ് കേന്ദ്രം പദ്ധതി തുടങ്ങിയത്. റേഷൻ വിതരണത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ മാറ്റം കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. AAY കാർഡുടമകളുടെ അരിവിഹിതം വെട്ടിക്കുറച്ച നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രധാനമന്ത്രിക്കുൾപ്പെടെ കത്ത് നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ അനിശ്ചിതത്വത്തിലാണ്. ഇപ്പോഴും ദോഹയിൽ എത്തിയ അമേരിക്കൻ പ്രതിനിധികളുമായി ചർച്ചയ്ക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. അമേരിക്കൻ പ്രതിനിധികളായ ജാരദ് കുഷ്നറും സ്റ്റീവ് വിറ്റ്കോഫും ദോഹയിൽ തുടരുകയാണ്. 14-ന കരാർ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സമാധാന കരാർ 2 ആഴ്ച മുമ്പ് ഒപ്പിട്ടത്. അതേസമയം തങ്ങളുമായി കൂടി ആലോചിക്കാതെയാണ് ധാരണാപത്രം അമേരിക്ക തയ്യാറാക്കിയത് എന്നാണ് ഇറാന്റെ വാദം. ഹോർമൂസിന്റെ പൂർണ്ണ അവകാശം തങ്ങൾക്ക് മേലാണെന്നും അതിൽ ഇടപെടാൻ ആരെയും അനുവദിക്കില്ല എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി ആവർത്തിച്ചു. അമേരിക്കൻ പൗരത്വം ജന്മാവകാശമല്ലെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദു ചെയ്തു. അമേരിക്കയിൽ ജനിക്കുന്നവർക്ക് പൗരത്വം ജന്മാവകാശമാണെന്നും ഭരണഘടന ഉറപ്പു നൽകുന്നതാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് തന്റെ 2ാം ഭരണകാലത്തിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവുകളിൽ ഒന്നാണ് ഇതോടെ ഇല്ലാതായത്. മാതാപിതാക്കൾക്ക് പൗരത്വം ഇല്ലെങ്കിലും അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് റദ്ദാക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. 9-അംഗ ബെഞ്ചിൽ 6-നെതിരെ 3 വോട്ടുകൾക്കാണ് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി. കാപ്പ കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം നഗരസഭ BJP കൗൺസിലർ R. സുഗതനെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. സുഗതനെ വിയൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, സുഗതനെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം സുഗതനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ലേ പോലീസ്? R. സുഗതൻ BJPയുടെ കൗൺസിലർ കൂടിയായ R. സുഗതനെയാണ് ഇപ്പോൾ നേരത്തെ കാപ്പ കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. കാപ്പ കേസിൽ അറസ്റ്റിലായിരുന്ന ഇയാളെ വിയൂർ ജയിലിലാണ് ഉണ്ടായിരുന്നത്. വിയൂർ ജയിലിൽ നിന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. നെടുമങ്ങാട് കോടതിയിൽ മറ്റൊരു വധശ്രമ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഗതൻ പ്രതിയായിട്ടുള്ള കേസിൽ കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് വിയൂരിൽ നിന്നും ഇയാളെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. ഇന്നലെ വൈകിട്ടോടുകൂടി ഇയാളെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ ഒരു കേസ് കൂടി എന്നാണ് സുഗതൻ ഇന്നലെ പ്രതികരിച്ചത്. എന്തായാലും ഇന്നലെ റെയിൽ മാർഗമാണ് സുഗതനെ തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ടോടുകൂടി എത്തിച്ചത്. തുടർന്ന് ഇപ്പോൾ പൂജപ്പുര ജയിലിലാണ് ഇയാളുള്ളത്. ഇവിടെ നിന്നാവും ഇയാളെ നെടുമങ്ങാടേക്ക് കൊണ്ടുപോകുക. നെടുമങ്ങാട് 11 മണിയോടെ കോടതി കൂടുന്നതോടുകൂടി തന്നെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. കോടതിയുടെ പ്രൊഡക്ഷൻ വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് സംഘം നെടുമങ്ങാട് കോടതിയിൽ എത്തിക്കുന്നത്. തുടർന്ന് 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശരി, രജിത്താണ് വിവരങ്ങൾ നൽകിയത്. അറസ്റ്റിലായ തിരുവനന്തപുരം നഗരസഭ BJP കൗൺസിലർ R. സുഗതനെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും.
കാഫ് സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാൻ പോകുന്നു. ജില്ലാ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതേസമയം ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണനും കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ജാമ്യം നൽകരുത് എന്നും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. വടകര കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ജിതിൻ ഭാസ്കർ ജില്ലാ കോടതിയെ സമീപിച്ചത്. കേസിൽ പ്രതി ചേർക്കപ്പെടുമെന്ന് കരുതിയാണ് റിബേഷിന്റെ നീക്കം. റിബേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി ജൂലൈ 3 കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. കരിമണൽ ഖനനത്തിൽ ഭാഗികമായി സ്വകാര്യവൽക്കരണം നേരത്തെ നടന്നുവെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ. അതിന്റെ ഭാഗമായാണ് മാസപ്പടി കേസ് ഉണ്ടായത്. ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ മറവിൽ തോട്ടപ്പള്ളിയിൽ നടത്തുന്ന ഖനനം ചതിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചതിൽ പ്രതീക്ഷയുണ്ടെന്നും CR നീലകണ്ഠൻ പറഞ്ഞു. കുട്ടനാട്ടിൽ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ എന്ന് പറഞ്ഞ് ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ മറവിലാണ് തോട്ടപ്പള്ളിയിൽ ഖനനം നടക്കുന്നത്. ഇത് വലിയ ചതിയാണെന്ന് CR നീലകണ്ഠൻ ആരോപിച്ചു. ആലപ്പാട് കരിമണൽ ഖനനം നടക്കുമ്പോൾ തന്നെയാണ് തോട്ടപ്പള്ളിയിൽ നിയമത്തിന്റെ മറവിലെ ഖനനം. CMRL-ന് കരിമണൽ ഖനനത്തിനുള്ള അനുമതി നൽകിയതോടെ ഭാഗികമായി സ്വകാര്യവൽക്കരണം നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കരിമണൽ സ്വകാര്യവൽക്കരണം ഇപ്പോൾ തന്നെ ഒരു പരിധിവരെ നടന്നിട്ടുണ്ട്, അറിയാതെ അറിഞ്ഞു. കാരണം നമുക്കറിയാം, മാസപ്പടിയും അടക്കമുള്ള കേസുകളിൽ വലിയ തോതിൽ തോട്ടപ്പള്ളിയിലെ ഖനന മണൽ സ്വകാര്യ കമ്പനികൾക്ക് പോകുന്നുണ്ട്, കേരളത്തിനകത്തും പുറത്തും. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ അനുകൂലിക്കുന്നില്ല. തോട്ടപ്പള്ളിയിൽ നിന്ന് ഖനനം ചെയ്തു. തോട്ടപ്പള്ളി ഖനനം അധിക ഖനനം വന്നത്, ആലപ്പാട് ഖനനം കൂടാതെ. ഖനനം എന്നവർ പറയുന്നില്ല, അത് തന്നെ ചതിയാണ്. ഖനനത്തിന് പെർമിറ്റ് ഇല്ലാത്തടുത്താണ് തോട്ടപ്പള്ളി. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മറവിലാണ് ഒരു നിയമവും പാലിക്കാതെ. ആറ്റോമിക് എനർജി നിയമം ബാധകമാണ്, അതുപോലെ മൈനിങ് നിയമം ബാധകമാണ്, CRZ നിയമം ബാധകമാണ്, പൊല്യൂഷൻ നിയമം ബാധകമാണ്. ഇതൊന്നും കൂടാതെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് മണൽ നീക്കുക, കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം, ആ മണൽ നീക്കുക എന്ന കള്ളപ്പേരിലാണ് തോട്ടപ്പള്ളിയിൽ ഇപ്പോൾ 500-1000 ട്രക്ക് ലോഡ് കരിമണൽ പോകുന്നത്. കേരളത്തിൽ നിന്നും വലിയ തോതിൽ കരിമണൽ പുറത്തേക്ക് പോകുന്നു. പൊതുമേഖലാ സ്ഥാപനമായ KMML-ന് പ്രവർത്തിക്കാൻ വലിയ തോതിൽ കരിമണൽ ആവശ്യമില്ല. കരിമണലിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി KMML-ന്റെ കരിമണൽ സംസ്കരണ ശേഷി വർദ്ധിപ്പിക്കണമെന്നും CR നീലകണ്ഠൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഖനനം ചെയ്യുന്ന മണലിൻ്റെ ഒരു 10% പോലും കേരളത്തിൽ ഉപയോഗിക്കുന്നില്ല, കൊണ്ടുപോവാണ് പലരായിട്ട്. KMML പോലൊരു സ്ഥാപനത്തിന്, IRE പോലൊരു സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ വലിയ തോതിൽ കരിമണലൊന്നും ആവശ്യമില്ല ഇപ്പോൾ. അതുമാത്രമല്ല, KMML അവരുടെ ടെക്നോളജി ഉയർത്തി. ഇത് വലിയ വാല്യൂ അഡീഷനുള്ള സാധനമാണ്. കാരണം 10 രൂപയുടെ കരിമണൽ എടുത്താൽ അതിൽ നിന്ന് അടുത്ത സ്റ്റേജ് ഉണ്ടാക്കുമ്പോൾ 50 രൂപയാവും, അതിൻ്റെ അടുത്ത സ്റ്റേജ് 500 ആവും, പിന്നത്തെ അടുത്ത സ്റ്റേജ് 5000. ഓരോ പ്രോസസ്സ് അങ്ങനെയാണ്. അതുകൊണ്ട് ആ കപ്പാസിറ്റി കേരളത്തിൽ വേണം. കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ പ്രതീക്ഷയുണ്ടെന്നും CR നീലകണ്ഠൻ വ്യക്തമാക്കി. 4 പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളിച്ചാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി. ഇത് കേന്ദ്രം പ്രഖ്യാപിച്ച ധാതു ഇടനാഴിയുടെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കൊച്ചി. ഇടുക്കി ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത്. ദിവസവേതനാടിസ്ഥാനത്തിൽ 2 ഡോക്ടർമാരെ നിയമിക്കാനാണ് തീരുമാനം. അമൃത വാർത്തകളെ തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായത്. ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ 7 ഡോക്ടർമാരുടെ തസ്തികയാണുള്ളത്. എന്നാൽ നിലവിൽ 4 ഡോക്ടർമാരുടെ സേവനം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇതിൽ ഒരാൾക്ക് സ്ഥലം മാറ്റ ഉത്തരവും ലഭിച്ചു. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതായതോടെ കിടത്തി ചികിത്സയും മുടങ്ങി. ഇക്കാര്യം അമൃത വാർത്തകൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് വിഷയത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടലുണ്ടായത്. ആശുപത്രിയിലേക്ക് 2 ഡോക്ടർമാരെ അടിയന്തരമായി നിയമിക്കാൻ തീരുമാനമായി. ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളും അതുപോലെ ആദിവാസി കുടുംബങ്ങളും 2 വാർഡും ഫുൾ ആദിവാസി മേഖലയാണ് ഉപ്പുതറ പഞ്ചായത്തിൽ. അവർക്കെല്ലാം ഏക ആശ്രയം ഈ ഗവൺമെൻറ് ആശുപത്രിയാണ്. അതൊക്കെ വളരെ നല്ല രീതിയിൽ പോകണമെങ്കിൽ ഇവിടെ കിടത്തി ചികിത്സയാണ് ഇപ്പം നമുക്ക് വേണ്ടത്. 2 ഡോക്ടർമാരെ നമുക്ക് കിട്ടാനുള്ളൊരു മാർഗ്ഗം നമ്മൾ അന്വേഷിക്കുകയാണ്. നിലവിൽ ഉപ്പുതറയിൽ തന്നെ പഠിച്ച് ഡോക്ടർമാരായ 2 കുട്ടികളുണ്ട്. അവരോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഉപ്പുതറയിൽ 2 വർഷങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസ് ഇവിടെ പ്രയോജനപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരത് സമ്മതിച്ചിട്ടുണ്ട്. അവരോട് എത്തിക്കഴിഞ്ഞാൽ അടുത്ത മാസത്തോടു കൂടി ഇവിടെ കിടത്തി ആരംഭിക്കും. ആദിവാസി തോട്ടം മേഖലയിൽ നിന്നുള്ളവരാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രിയെ കൂടുതലായി ആശ്രയിക്കുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതായതോടെ ഇവരുടെ ചികിത്സ പ്രതിസന്ധിയിലായി. കിടത്തി ചികിത്സയും മുടങ്ങിയതോടെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാർ. പുതിയതായി കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുന്നതോടെ മെച്ചപ്പെട്ട സേവനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. അമൃത ന്യൂസ്, ഇടുക്കി.
സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗം സ്ഥിരീകരിച്ച മിയ മരിയയുടെ ചികിത്സയ്ക്കായി സഹായം തേടി മാതാപിതാക്കൾ. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ 16.5 കോടി രൂപ ആവശ്യമാണ്. മൂവാറ്റുപുഴ ആയവനം സ്വദേശി ജിനു ജോർജിന്റെയും നിമി ജോഷിയുടെയും മകളാണ് 7 മാസം മാത്രം പ്രായമുള്ള മിയ മരിയ. നാഡീകോശങ്ങളുടെയും മോട്ടോർ ന്യൂറോണുകളുടെയും നശീകരണം മൂലം പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന അവസ്ഥയാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി. 10,000 പേരിൽ ഒരാൾക്കുണ്ടാകുന്ന അപൂർവ രോഗമാണ് ഇത്. ജീൻ തെറാപ്പി മാത്രമാണ് ഇതിനുള്ള ഏക പ്രതിവിധി. 7 മാസം പ്രായമായ മിയയ്ക്ക് എത്രയും വേഗം ചികിത്സ സാധ്യമാക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 1 മാസം മുൻപാണ് കുഞ്ഞു മിയയ്ക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് മിയ കൊച്ചി അമൃത ആശുപത്രി ICUവിൽ ചികിത്സയിലാണ്. കുട്ടി കംപ്ലീറ്റ്ലി വെന്റിലേറ്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ഒരു തെറാപ്പി ചെയ്തിട്ട് നമുക്കൊരു കാര്യം ഇല്ലാണ്ടായിട്ട് വരും. കുട്ടിയുടെ കണ്ടീഷൻ വേഴ്സ്റ്റായി കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്ന പറയണത്. അടിക്കടിയ ബുദ്ധിമുട്ട് തന്നെ. ഞങ്ങളിപ്പോൾ 2 വീക്സ് മുമ്പാണ് പറഞ്ഞോണം അവൾക്ക് ആസ്പിറേഷൻ ന്യൂമോണിയ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയത്. അപ്പോഴേക്കും അവൾക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ വന്നപ്പോഴേക്കും അവളുടെ കണ്ടീഷൻ പെട്ടെന്ന് ബാഡായി പോവുകയാണ്. നമ്മൾ 4 മാസത്തിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത് കുഞ്ഞിന് കാലുകൾക്കൊരു അനക്കക്കുറവ്, തല ഉറയ്ക്കാത്തൊരു സിറ്റുവേഷൻ കണ്ടപ്പോൾ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. അപ്പം അന്നേരം അവർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, ഹെഡ് കൺട്രോളിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ബോഡി തിരിഞ്ഞോളും, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിരുന്നത്. ജനറ്റിക് ടെസ്റ്റിന് അയച്ചു. ഇപ്പോൾ ജനറ്റിക് ടെസ്റ്റിലാണ് SMA type 1 എന്ന് ഡയഗ്നോസിസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു തുക കണ്ടെത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് എല്ലാവരുടെയും ആ കരുണയും സഹായവും ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഭീമമായ തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അമ്മ നിമ്മിയും അച്ഛൻ ജിനുവും. പണം കണ്ടെത്താനായി ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ്, വാർഡ് മെമ്പർ PK ജോസ്, മിയയുടെ മാതാവ് നിമ്മി എന്നിവരുടെ പേരിൽ സംയുക്ത ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. കുഞ്ഞു മിയയുടെ ചിരി മായാതിരിക്കാൻ നാടൊരുമിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. അമൃത ന്യൂസ്, കൊച്ചി. കൊച്ചിയിൽ തെരുവുനായ ആക്രമണത്തിൽ 5 വയസ്സുകാരന് പരിക്കേറ്റു. കലൂർ സ്വദേശി ബിജുവിന്റെയും ആതിരയുടെയും മകൻ ആദവിനെയാണ് തെരുവുനായ കടിച്ചത്. കലൂർ ആസാദ് റോഡിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് കുടുംബം പറയുന്നു. വേദനയുണ്ട്, നല്ല വേദനയുണ്ട്. ഇവിടെ കുറെ ഇഞ്ചക്ഷൻ എടുത്തു. ഇവിടെ 6 എടുത്തു, ഇവിടെ 2. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കലൂർ ആസാദ് റോഡിൽ വെച്ച് 5 വയസ്സുകാരൻ ആദവിനെ തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. അച്ഛന്റെ മുന്നിൽ വേഗത്തിൽ നടന്ന കുട്ടിയെ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിനടിയിൽ കിടന്ന നായ കടിക്കുകയായിരുന്നു. കുട്ടിയുടെ ഒരു കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഓടിച്ചെന്നപ്പോഴേക്കും ചോരയിൽ കുളിച്ചു കിടന്ന ആദവിനെയാണ് മാതാപിതാക്കൾക്ക് കാണാനായത്. കൊച്ചി റോഡിന്റെ സൈഡിൽ നിന്ന് അച്ഛനുമായിട്ട് വരും. അപ്പോൾ അച്ഛനേക്കാളും മുമ്പിൽ കുട്ടി ഓടി വന്ന സമയത്ത് കാറിന്റെ അടിയിൽ ഒരു നായ കിടന്നേച്ചു. അത് കുട്ടിയെ വന്ന് കടിക്കുകയായിരുന്നു. അത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിലായിട്ടാണ് കടിച്ചത്. ഈ മുറിവിന് ചുറ്റുമായിരുന്നു ഇഞ്ചക്ഷൻ. അത് നമുക്കൊരിക്കലും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ ആ സമയത്ത് കടന്നുപോയത്. ഇപ്പോൾ ഇവനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറിയണത് പ്രായമായ ഒരു 85 വയസ്സോളം പ്രായമുള്ളൊരു കാരണവരാണ്. പുള്ളി ചായ കുടിക്കാനായിട്ട് റോഡ് സൈഡിൽ ഇരുന്ന് ഒരു വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയിൽ ഇരുന്നപ്പോഴാണ് പുള്ളിയെ വന്ന് കടിച്ചിട്ട് ഒരു പീസ് കയ്യിൽ നിന്ന് എടുത്ത്. ആദവിന്റെ കാലിലെ മുറിവ് ഭേദമായി വരുന്നതേയുള്ളൂ. നീലനിറം ഇപ്പോഴും കാണാം. കലൂർ മേഖലയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണെന്ന് കുടുംബം പറയുന്നു. ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നതാണ് ആവശ്യം. അമൃത ന്യൂസ്, കൊച്ചി. കോട്ടയത്തെ പനച്ചിക്കാട്, പരുത്തുംപാറ മേഖലകളിൽ തെരുവുനായ ശല്യം രൂക്ഷമായി. നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും നേരെ പലതവണ നായ്ക്കളുടെ ആക്രമണം ഉണ്ടാവുകയും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്തു. പ്രശ്നപരിഹാരത്തിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു.
പനച്ചിക്കാട് പഞ്ചായത്തിലെ പരുത്തമ്പാറ ടൗണും പരിസര പ്രദേശങ്ങളും തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രങ്ങളാണ്. ടൗണിന്റെ മുക്കിലും മൂലയിലും കടത്തിണ്ണകളിലും വെയിറ്റിംഗ് ഷെഡുകളിലുമെല്ലാം എപ്പോഴും തെരുവുനായ്ക്കളുടെ സാന്നിധ്യമുണ്ട്. ഒറ്റയ്ക്കും കൂട്ടമായും കറങ്ങി നടക്കുന്ന തെരുവുനായ്ക്കൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ നിരവധി പേരെ ആക്രമിച്ചതായാണ് നാട്ടുകാരും വ്യാപാരികളും പറയുന്നത്. തെരുവുനായ്ക്കൾ മൂലം ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട സംഭവങ്ങളും കുറവല്ല. പകൽ പൊതുവെ ശാന്ത സ്വഭാവക്കാരായി കാണപ്പെടുന്ന തെരുവുനായ്ക്കളും രാത്രികാലങ്ങളിൽ ആക്രമകാരികളായി മാറും. ഇരുചക്രവാഹനങ്ങളിലും മറ്റു ചെറുവാഹനങ്ങളിലും യാത്ര ചെയ്യുന്നവർക്ക് നേരെ രാത്രികാലങ്ങളിൽ തെരുവുനായ്ക്കൾ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുന്ന സംഭവങ്ങൾ തുടർക്കഥയാണ്. ഭയങ്കര പ്രശ്നം തന്നെയാണ് തെരുവുനായ്ക്കളുടെ. പരുത്തുംപാറ, നെല്ലിക്ക, പാറക്കുളം എല്ലാം രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് ബൈക്കുകാർക്ക്, സ്കൂട്ടർ, ബൈക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ തെരുവുനായ്ക്കളെ ആക്രമിക്കുന്നൊരു അവസ്ഥയാണുള്ളത്. അതുപോലെ കാൽനട യാത്രക്കാർക്ക് ഒരു കാരണവശാലും വെളുപ്പിനെ നടപ്പുകാർക്കൊന്നും നടക്കാൻ വയ്യാത്തൊരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടമാനം പെരുകിയിരിക്കുകയാണ് ഈ പ്രദേശത്താകെ. പ്രത്യേകിച്ച് പരുത്തുംപാറ കവലയിൽ നമ്മൾ ആ സമയത്ത് ഇതിലെ യാദൃച്ഛികമായി യാത്ര ചെയ്യേണ്ടി വന്നാൽ വളരെ ദുരിതമാണ്. പേടിച്ചിട്ടാണ് ബൈക്കിലൊക്കെ ആൾക്കാരൊക്കെ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെല്ലിക്കലാണെങ്കിലും നെല്ലിക്ക വെച്ച് ഒരു വണ്ടിക്കാരെ ക്രോസ് ചെയ്ത്, തെരുവുനായ ക്രോസ് ചെയ്ത് വണ്ടി മറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സാധാരണക്കാരും സ്കൂളിൽ പോകുന്ന കുട്ടികളും ഒക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. തെരുവുനായ്ക്കളെ പിടികൂടുന്നതിനോ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിനോ ജില്ലാ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും പരാതി. തെരുവുനായ വന്ധ്യംകരണം നടപ്പാക്കാത്തതിനാൽ ഇവ പെറ്റുപെരുകുകയാണ്. തെരുവുനായ വന്ധ്യംകരണത്തിനും തുടർപരിചരണത്തിനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും ഇനിയും നടപ്പായിട്ടില്ല. അമൃത ന്യൂസ്, കോട്ടയം. ഫിഫ ലോകകപ്പിലെ റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ സ്വീഡനെ പരാജയപ്പെടുത്തി മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. ന്യൂയോർക്കിൽ നടന്ന പോരാട്ടത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ നായകൻ കിലിയൻ എംബാപ്പയുടെ പ്രകടനമാണ് ഫ്രാൻസിനെ വിജയത്തിലേക്ക് നയിച്ചത്. ബ്രാഡ്ലി ബാർക്കോളയാണ് മറ്റൊരു ഗോൾ നേടിയത്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് സെക്കൻഡുകൾ ബാക്കി നിൽക്കുകയായിരുന്നു എംബാപ്പയുടെ ആദ്യ ഗോൾ. 74-ാം മിനിറ്റിലായിരുന്നു രണ്ടാം ഗോൾ. ഇതോടെ 6 ഗോളുകളുമായി ഈ ലോകകപ്പിൽ എംബാപ്പെ മെസ്സിക്കൊപ്പമെത്തി. എംബാപ്പെ ലോകകപ്പുകളിൽ നേടിയ ആകെ ഗോളുകളുടെ എണ്ണം 18ആയി. 19 ഗോളുകൾ നേടിയ മെസ്സി മാത്രമാണ് താരത്തിന്റെ മുൻപിലുള്ളത്. ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടുകളിൽ 10 ഗോളുകളുമായി എംബാപ്പയാണ് ഒന്നാമത്. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസും പരാഗ്വേയും ഏറ്റുമുട്ടും. ഐവറി കോസ്റ്റിനെ തകർത്ത നോർവേ പ്രീ ക്വാർട്ടറിലേക്ക്. 1-2 ഗോളുകൾക്കായിരുന്നു നോർവേയുടെ വിജയം. 1998 ശേഷം ആദ്യമായാണ് നോർവേ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശനം നേടുന്നത്. മത്സരത്തിന്റെ 39-ാം മിനിറ്റിൽ അന്റോണിയോ ന്യൂസയാണ് നോർവേക്കായി ആദ്യ ഗോൾ നേടിയത്. രണ്ടാം പകുതിയിൽ ഐവറി കോസ്റ്റ് 74-ാം മിനിറ്റിൽ അമാദ് ദിയാലോയിലൂടെ സമനില പിടിച്ചു. മത്സരം അവസാനിപ്പിക്കാൻ 4 മിനിറ്റ് ശേഷിക്കെ ഹാലൻഡ് നേടിയ ഗോളിലാണ് നോർവേ ജയം സ്വന്തമാക്കിയത്. 5 തവണ ചാമ്പ്യന്മാരായ ബ്രസീലാണ് പ്രീ ക്വാർട്ടറിൽ നോർവേയുടെ എതിരാളികൾ. ലോകകപ്പിലെ മെക്സിക്കോ ഇക്വഡോർ നോക്കൌട്ട് പോരാട്ടം വൈകുന്നു. മോശം കാലാവസ്ഥയാണ് കാരണം. ഇന്ന് രാവിലെ 6:30-ക്കാണ് മത്സരം തുടങ്ങേണ്ടിയിരുന്നത്. എന്നാൽ പ്രദേശത്ത് ശക്തമായ മഴയും ഇടിമിന്നലും തുടരുകയാണ്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് കോങ്കോ പോരാട്ടം നടക്കും. രാത്രി 9:30-ക്ക് അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് മത്സരം. 1974 ശേഷം കോങ്കോ ആദ്യമായാണ് ലോകകപ്പിന് യോഗ്യത നേടുന്നത്. ഗ്രൂപ്പ് എല്ലിൽ ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ട് നോക്കൌട്ടിൽ എത്തിയത്. ക്രൊയേഷ്യയെയും പനാമയെയും പരാജയപ്പെടുത്തിയ അവർ ഘാനയോട് സമനില വഴങ്ങുകയായിരുന്നു. ഗ്രൂപ്പ് കെയിൽ നിന്ന് പോർച്ചുഗലിനെ സമനിലയിൽ തളയ്ക്കുകയും ഉസ്ബെക്കിസ്ഥാനെ പരാജയപ്പെടുത്തുകയും ചെയ്താണ് കോങ്കോ നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറിയത്. ഫുട്ബോളും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം അറിയാൻ ഒരു പ്രദർശനം. ലോകകപ്പിനോട് അനുബന്ധിച്ച് കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിലാണ് ഇങ്ങനെയൊരു എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത്. 4 അടി ഉയരമുള്ള ഫിഫ ലോകകപ്പ് ട്രോഫി മാതൃക, മൾട്ടിമീഡിയ അവതരണങ്ങൾ, ഫുട്ബോൾ ശാസ്ത്രീയ തത്വങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ പ്രദർശനങ്ങൾ എന്നിവയാണ് എക്സിബിഷന്റെ പ്രത്യേകത. ഫുട്ബോൾ കളിക്കാനുള്ള രസികൻ ഗോൾ ബോക്സും പ്രദർശനത്തിലെ കൗതുക കാഴ്ചയാണ്. അപ്പോൾ നമ്മളൊരു ഫുട്ബോൾ കളിക്കുമ്പോൾ അതിലെന്തെങ്കിലും ശാസ്ത്രമുണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രദർശനം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്.
ഇപ്പം ഫുട്ബോളിൻ്റെ ഈ എക്സിബിഷൻ നമ്മൾ പേരിട്ടിരിക്കുന്നത് ഗോൾ ദി സയൻസ് ആൻഡ് കൾച്ചർ ഓഫ് ഫുട്ബോൾ എന്നാണ്. അതായത് ഫുട്ബോളിൻ്റെ അതിൻ്റെ സംസ്കാരവും അതിൻ്റെ ശാസ്ത്രവും എന്താണെന്നുള്ളത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കറിയാം നിത്യജീവിതത്തിൽ നമ്മുടെ ശാസ്ത്രം ഒരുപാട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിയിൽ ഇപ്പോൾ അതൊരു പ്ലെയർ ഒരു ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അത് ബോൾ തട്ടുമ്പോൾ അതിനെന്തൊക്കെ അതിൽ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ, ഭൗതിക ശാസ്ത്രം, ബയോളജി, മാത്തമാറ്റിക്സ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുകയാണ്. ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രവും പരിണാമവും അവതരിപ്പിക്കുന്നതിനൊപ്പം ഈ ജനപ്രിയ കായിക ഇനത്തിന് പിന്നിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഗണിതശാസ്ത്രം, മനുഷ്യ ശരീരത്തിന്റെ പ്രകടനശേഷി എന്നിവയും പ്രദർശനത്തിൽ പരിചയപ്പെടുത്തുന്നു. ലോകകപ്പ് സമാപിക്കുന്നതുവരെ പ്രദർശനം പ്ലാനറ്റോറിയത്തിൽ തുടരും. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ മത്സരം രാത്രി 10 മണി മുതൽ നടക്കും. അരങ്ങേറ്റത്തിന് അവസരം കാത്തിരിക്കുന്ന 15-കാരൻ വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. അയർലൻഡിനെതിരായ T20 പരമ്പരയിലെ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെയാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത്. ഇനി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് വിപണിയെ വിലയിരുത്തുന്നു. ദിലീപ് പറയുന്നത് എന്താണെന്ന് കേട്ട് പെട്ടെന്ന് തിരിച്ചുവരാം. ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ആ നേട്ടം നിലനിൽക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വിപണിയിൽ ലാഭമെടുക്കലിൻ്റെ പ്രവണത കാണുന്നു. പ്രത്യേകിച്ചും ചെറുകിട നിക്ഷേപകർ വിപണിയിൽ വിൽപ്പനയിലേക്ക് നീങ്ങിയതിൻ്റെ ഒരു പ്രതിഫലനമാണ് 2 ദിവസങ്ങളും നേരിയ നഷ്ടത്തിൽ വിപണിയിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ കാരണം. മുൻനിര സൂചികയായ നിഫ്റ്റി 23,800 എന്ന നിലവാരത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ആ ഒരു നിലവാരം വളരെ പ്രധാനപ്പെട്ടതുമാണ്. അതിന് മുകളിലാണ് വ്യാപാരം അവസാനിപ്പിച്ചെങ്കിൽ കൂടിയും ആ ഒരു നിലവാരത്തിൽ നിലനിന്ന് വ്യാപാരം നടന്നാൽ തന്നെ വിപണിയിൽ മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. മറിച്ചാണെങ്കിൽ 23,600 എന്ന നിലവാരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. നേരിയൊരു നിലവാരത്തിലായിരിക്കും വ്യാപാരം നടക്കുക എന്നാണ് കരുതുന്നത്. 23,800, 24,200 എന്നുള്ള നിലവാരത്തിനിടയ്ക്കായിരിക്കും ഇനി വിപണി ഒന്നുകൂടെ ക്രമപ്പെട്ടതിന് ശേഷം മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയുള്ളൂ. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്നലെ യൂറോപ്യൻ വിപണികളിലെല്ലാം നേട്ടമായിരുന്നു. US വിപണികൾ സമ്മിശ്രമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും സമ്മിശ്രമായാണ് വ്യാപാരം തുടരുന്നത്. ക്രൂഡ് ഓയിൽ വിലയിലും രൂപയുടെ മൂല്യത്തിലും മെച്ചപ്പെട്ട രീതിയിൽ വ്യാപാരം പുരോഗമിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയും വിപണി നേട്ടത്തിലേക്ക് നീങ്ങേണ്ടതായിരുന്നു. എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നലെയും വിൽപ്പന തുടർന്നു. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ 10 മടങ്ങ് വിപണിയിൽ നിക്ഷേപത്തിലേക്ക് നീങ്ങിയെങ്കിൽ കൂടിയും അത് വിപണിയിലെ വീഴ്ചയെ മറികടക്കാനായില്ല. രണ്ടാം തര ചെറുകിട ഓഹരികളിൽ നേരിയ നിക്ഷേപ താല്പര്യം കാണുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ ഇനിയും വിപണിയിൽ പ്രതീക്ഷിക്കണം. ഈ കഴിഞ്ഞ പാദത്തിലെ ഏപ്രിൽ, മെയ്, ജൂൺ പാദത്തിലെ പ്രവർത്തന ഫലങ്ങളായിരിക്കും ഇനി വിപണിക്ക് പ്രോത്സാഹനമാവുക. പ്രവർത്തന ഫലങ്ങൾ അടുത്ത ആഴ്ച മുതൽ വന്നു തുടങ്ങും. അതിൻ്റെ ഒരു സ്വാധീനം വിപണിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് കരുതുന്നത്. അതുവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 23,800, 24,200 എന്ന ഒരു നേരിയ വ്യത്യാസത്തിൽ വിപണിയിൽ വ്യാപാരം തുടരാനാണ് സാധ്യത. ഇന്നെന്തായാലും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഷോപ്പിംഗ് പ്രേമികൾക്ക് വിലക്കുറവിന്റെ ഉത്സവകാലം സമ്മാനിച്ചുകൊണ്ട് കൊച്ചി ലുലു മാളിൽ ഈ വർഷത്തെ ലുലു ഓൺ സെയിൽ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ജൂലൈ 9 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലാണ് കൊച്ചിക്ക് ഷോപ്പിംഗ് രാവൊരുക്കി മെഗാ ഫ്ലാറ്റ് 50 സെയിൽ അരങ്ങേറുക. ലുലു മാളിലെ 500-ലധികം അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ഈ ഓഫർ മേളയുടെ ഭാഗമാവും. പ്രമുഖ ബ്രാൻഡുകളുടെ ഫാഷൻ തുണിത്തരങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം 50% വരെ വിലക്കുറവിൽ ലഭ്യമാകും. ഉപഭോക്താക്കളുടെ യാത്ര സുഗമമാക്കുന്നതിനായി കൊച്ചി മെട്രോ അധിക സർവീസുകൾ നടത്തും. ഉദ്ഘാടന ചടങ്ങിൽ കൊച്ചി ലുലു മാൾ ജനറൽ മാനേജർ വിഷ്ണു രഘുനാഥ്, ലുലു ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ജോ പൈനേടത്ത് എന്നിവർ മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം നിയമോപദേശം തേടും. 3ാം FIR രജിസ്റ്റർ ചെയ്യുന്നതിനാലാണ് നിയമോപദേശം തേടുന്നത്. ADGP H. വെങ്കിടേഷാണ് നിയമോപദേശം തേടുക. എന്നാൽ PS പ്രശാന്തിന്റെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കെതിരെ പ്രത്യേകം കേസെടുക്കണോ എന്നതിൽ തീരുമാനമായില്ല. കൊച്ചി P&T കോളനിയിലെ കുടുംബങ്ങൾക്കായി നൽകിയ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയവർക്ക് എതിരെ നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകൻ CR നീലകണ്ഠൻ. കുടുംബങ്ങൾ ഫ്ളാറ്റിലേക്ക് താമസം മാറിയെങ്കിലും ഇവർക്ക് ഫ്ളാറ്റിനുമേൽ യാതൊരു അവകാശവും ലഭിച്ചിട്ടില്ല എന്നും CR നീലകണ്ഠൻ പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഫ്ളാറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബങ്ങൾ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു CR നീലകണ്ഠൻ.
2.5 വർഷം മുൻപാണ് വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിച്ചിരുന്ന കൊച്ചി P&T കോളനിയിലെ കുടുംബങ്ങളെ മുണ്ടംവേലിയിലെ ഫ്ളാറ്റിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. പുതിയ പ്രതീക്ഷകളുമായി ഫ്ളാറ്റിലേക്ക് എത്തിയ കുടുംബങ്ങളുടെ ദുരിതം അവിടെ അവസാനിച്ചില്ല. മഴ പെയ്താൽ ചോർന്നൊലിക്കുകയാണ് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഫ്ളാറ്റ്. ഇവിടെ ജീവിതം ദുസ്സഹമായതോടെയാണ് ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ഈ 2.5 വർഷത്തോ ആദ്യം നമുക്ക് നനവൊക്കെ എപ്പോൾ സാധാരണ ഇതായിരിക്കുന്നു. പിന്നീട് അത് ചോർച്ചയായി ഷീറ്റൊക്കെ തുരുമ്പെടുത്ത് നടന്ന് വീഴാണ്. ഈ ഭീമെന്ന് പറഞ്ഞ സാധനം സിമെൻറ്റ് എന്ന് പറഞ്ഞ തട്ടയിൽ തട്ട് മാത്രമേ സിമെൻറ്റ് ഉള്ളൂ, ബാക്കിയൊക്കെ ഇരുമ്പിൻ്റെതാണ്. കാരണം സെപ്റ്റി ടാങ്ക് 78 വീട്ടുകാർക്കുള്ള സെപ്റ്റി ടാങ്ക് അല്ല പണിതേക്കണത്. ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണാണ്. അത് പോകാനുള്ള ഓടകളില്ല. ഓടകളുണ്ടായത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പണിത് അതിൽ കൂടി ഒന്നും ഓപ്പൺ വർക്കൗട്ട് ആയിട്ടില്ല. കിടക്കാൻ പറ്റില്ല ധൈര്യത്തിൽ. ഇങ്ങനെ പോലെയാണ് വെള്ളം വീഴുന്നത്. അത് സഹിക്കാം. എപ്പോൾ ഇതെല്ലാം കൂടി ഇടിഞ്ഞ് നെഞ്ചത്തോട് വീഴുമെന്ന്. ഫ്ളാറ്റ് നിർമ്മാണത്തിലെ അഴിമതിയാണ് ദുരിതത്തിന് കാരണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത CR നീലകണ്ഠൻ ആരോപിച്ചു. ഫ്ളാറ്റ് നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കണം. ഫ്ളാറ്റിലേക്ക് മാറിയ കുടുംബങ്ങൾക്ക് ഇതിന്മേൽ അവകാശം നൽകുന്ന യാതൊരു രേഖയും കൈമാറിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. GCD എന്ന് പറയുന്ന ഒരു സർക്കാർ സ്ഥാപനം പണിത് കൊടുത്ത വീടാണ്. ആഴ്ചകൾ കഴിയുമ്പോൾ ചോരാൻ തുടങ്ങുന്നു, പൊട്ടിയൊലിക്കുന്നു. മാത്രമല്ല അതിൻ്റെ ലൊക്കേഷൻ തന്നെ തെറ്റാണ്. 2 ഹൈ ടെൻഷൻ ലൈൻ ഇടയിലാണ് ഒരു വീട്. 66 kVയും 110 kVയും. 2.5 കിലോമീറ്ററെങ്കിലും വേണം മിനിമം ഡിസ്റ്റൻസ് ഒരു വീട്ടിലേക്ക്. ഇതൊന്നുമില്ല. അവിടെ ഇവർക്ക് താമസിക്കാൻ കഴിയുമോ എന്ന് എന്തുകൊണ്ട് ഇവരാരും നോക്കിയില്ല? അത് വലിയ അഴിമതിയാണ്, കെടുകാര്യസ്ഥതയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇങ്ങനെ പുനരധിവാസം നടത്തുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും അവകാശങ്ങളുണ്ടോ? ഇവരോട് വീട് കാണാൻ ഇവരെ അനുവദിച്ചിട്ടില്ല നിർമ്മാണ ഘട്ടത്തിൽ. ഇപ്പോഴും അവർക്ക് യാതൊരുവിധ അവകാശങ്ങളുമില്ല. ആ വീട് അവരുടെ പേരിലല്ല, പട്ടയമില്ല, യാതൊന്നുമില്ല. GCDയാണ് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയത്. ഫ്ളാറ്റിനെതിരെ പരാതികൾ ഉയർന്നതോടെ മദ്രാസ് IIT പരിശോധന നടത്തി പരിഹാര നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിലെ നിയമ, സാങ്കേതിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച വിശാല കൊച്ചി വികസന അതോറിറ്റി സർക്കാരിന് കത്തയച്ചിരിക്കുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി. പസഫിക് സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസം ശക്തമാവുന്നു. ജൂലൈ മാസത്തിലും രാജ്യത്ത് മഴ കുറയുമെന്നാണ് മുന്നറിയിപ്പ്. 1901 ശേഷമുള്ള 5ാമത്തെ ഏറ്റവും വരണ്ട ജൂണാണ് ഇത്തവണത്തേത്. മഴയിൽ 39% കുറവാണ് രേഖപ്പെടുത്തിയത്. കാർഷിക മേഖലയെയും സമ്പദ് വ്യവസ്ഥയെയും മഴക്കുറവ് കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിന് ഇടയിലാണ് ജൂലൈയിലും മഴ കുറയുമെന്ന മുന്നറിയിപ്പ് വരുന്നത്. മധ്യ പടിഞ്ഞാറൻ വടക്കൻ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മഴ കുറയാൻ സാധ്യതയുണ്ടെങ്കിലും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും മധ്യ കിഴക്കൻ ഇന്ത്യയിലും സാധാരണ മഴ ലഭിച്ചേക്കുമെന്നാണ് പ്രവചനം. യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിശക്തമായ ഉഷ്ണതരംഗമാണ്. ഒരാഴ്ചയായുള്ള കനത്ത ചൂടിൽ 1300-ലേറെ പേർ മരിച്ചു. താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയർന്നതോടെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തലനുസരിച്ച് ഹീറ്റ് ഡോം, ഒമേഗ ബ്ലോക്ക് എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങളാണ് ഉഷ്ണതരംഗത്തിന് കാരണം. ചൂടുള്ള വായുവിനെ ഒരു കുടത്തിനുള്ളിൽ എന്ന പോലെ പുറത്തേക്ക് പോകാനാകാത്ത വിധം അന്തരീക്ഷത്തിൽ കുടുക്കിയിടുന്നതാണ് ഈ അവസ്ഥ. കഠിനമായ ഉഷ്ണതരംഗത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ആരോഗ്യമേഖല തകിടം മറിഞ്ഞിരിക്കുകയാണ്. പാരീസ്, റോം, വെനീസ്, മിലാൻ എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ എമർജൻസി വിഭാഗങ്ങളിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ 1/3 വർധനവുണ്ടായി. 65 വയസ്സിന് മുകളിൽ പ്രായമായവരും കെയർ ഹോമുകളിൽ കഴിയുന്നവരുമാണ് ഉഷ്ണതരംഗത്തിന്റെ പ്രധാന ഇരകൾ. കടുത്ത ചൂടിൽ നിന്ന് ആശ്വാസം തേടി നദികളിലും തടാകങ്ങളിലും നീന്താനിറങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ മരിച്ചത്. യൂറോപ്പിലെ പ്രധാന നദികളായ ഡാന്യൂബും പോ നദിയും വറ്റിവരണ്ടു. പ്രതിസന്ധി രൂക്ഷമായതോടെ ഫ്രാൻസിൽ സ്കൂളുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും താൽക്കാലികമായി അടച്ചുപൂട്ടി. ഫ്രാൻസിനെ കൂടാതെ ജർമ്മനി, ബ്രിട്ടൻ, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളെയും ഉഷ്ണതരംഗം അതിരൂക്ഷമായി ബാധിച്ചു. റോം, വെനീസ്, മിലാൻ ഉൾപ്പെടെയുള്ള 18 ഇറ്റാലിയൻ നഗരങ്ങളിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സ്പെയിൻ, ഇറ്റലി, ഗ്രീസ്, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായ കാട്ടുതീ ഭീഷണിയിലുമാണ്. കടുത്ത ചൂട് യൂറോപ്പിന്റെ അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്തു. ജർമ്മനിയിലെ പ്രശസ്തമായ ഓട്ടോബാൻ ഹൈവേയിൽ കോൺക്രീറ്റ് പാളികൾ ചൂടിൽ വിണ്ടുകീറി. ഉരുകിയൊലിക്കുന്ന ട്രാഫിക് ലൈറ്റുകൾ, വിണ്ടുകീറിയ റോഡുകൾ, വളഞ്ഞു തുടങ്ങിയ റെയിൽവേ ട്രാക്കുകൾ എന്നിങ്ങനെ ഗതാഗതത്തെയും ഉഷ്ണതരംഗം പ്രതികൂലമായി ബാധിച്ചു. ഫ്രാൻസിൽ കടുത്ത ചൂടിന് പിന്നാലെയുണ്ടായ കൊടുങ്കാറ്റിലും ഇടിമിന്നലിലും 36,000-ഓളം വീടുകളിൽ വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ആണവ റിയാക്ടറുകൾ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന നദിയിലെ വെള്ളത്തിന്റെ താപനില ഉയർന്നതോടെ ഹംഗറിയിലെ പാക്സ് ആണവ നിലയത്തിലും ഫ്രാൻസിലെ ചില ആണവ നിലയങ്ങളിലും ഉത്പാദനം കുറച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം നീളുമെന്ന് മുന്നറിയിപ്പ് നൽകി KSEB. കൂടുതൽ തുകയ്ക്ക് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ കുറഞ്ഞതാണ് നിലവിലെ വൈദ്യുത പ്രതിസന്ധിയുടെ കാരണമായി KSEB വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേസമയം സംസ്ഥാനത്തെ ഡാമുകളിൽ 60% ജലമുണ്ടായിരുന്നത് ഇപ്പോൾ 20% മാറി. മാർച്ച് മുതൽ മെയ് വരെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിയ വൈദ്യുതി സർക്കാരിന് ജൂലൈ 15-നുള്ളിൽ തിരികെ നൽകുകയും വേണം. ഇതോടെ സംസ്ഥാനത്ത് കടുത്ത വൈദ്യുത പ്രതിസന്ധി നിലനിൽക്കുകയാണെന്നും കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയതായും പ്രതിസന്ധി പരിഹരിക്കാൻ സത്വര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി കൂടുതൽ വില കൊടുത്ത് പകൽ സമയത്ത് 19 പൈസ കിട്ടുന്ന വൈദ്യുതി രാത്രി നമുക്ക് 10 രൂപ കൊടുത്താൽ പോലും കിട്ടാനില്ല. കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നതിന് അതിൻ്റെ നിയമാനുസരിച്ച് റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് അപേക്ഷ നൽകി ഹിയറിംഗ് നടത്തി ഇന്നലെ അതിന് അനുമതി കിട്ടിയിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കും. പ്രയാസങ്ങൾ ചെറുതായിട്ടുണ്ടായി, അത് പരിഹരിക്കാനുള്ള സത്വര നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതേസമയം 10 വർഷം മുമ്പുള്ള ഇരുട്ടിലേക്ക് കേരളം തിരികെ പോവുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ആസൂത്രണത്തിലെ പിഴവാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ആസൂത്രണത്തിലെ ഈ പിഴവ് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കേരളത്തെ ഇരുട്ടിലേക്ക് ആഴ്ത്തുന്നതിനിടയാക്കിയത് എന്ന് നമുക്ക് അറിയാം. സെപ്റ്റംബർ മാസം ഒഴിച്ച് ജൂലൈ മുതൽ ഡിസംബർ വരെ കൂടുതൽ നിരക്കിൽ വൈദ്യുതി വാങ്ങാനാണ് റെഗുലേറ്ററി കമ്മീഷൻ KSEBക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ സുധാകരൻ MP കൊച്ചിയിൽ വിളിച്ച യോഗത്തെ തള്ളി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. യോഗം വിളിക്കാനുള്ള ചുമതല പോലീസ് ഉദ്യോഗസ്ഥർക്കാണ്. അല്ലാത്ത യോഗങ്ങൾ ഓപ്പറേഷൻ തൂഫാന്റെ തലയിൽ കെട്ടിവെക്കേണ്ട എന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കൊച്ചിയിലെ ക്രിമിനൽ കേസ് പ്രതികളും ഗുണ്ടാ തലവന്മാരും സുധാകരൻ നേതൃത്വം നൽകിയ യോഗത്തിൽ പങ്കെടുത്തതാണ് പാർട്ടിക്കുള്ളിൽ അസംതൃപ്തി ഉണ്ടാക്കിയത്. ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ പരിപാടികൾക്ക് പിന്തുണ എന്ന പേരിലാണ് സുധാകരൻ MPയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം നടന്നത്. കൊച്ചിയിലെ യോഗത്തിൽ കുപ്രസിദ്ധ ക്രിമിനലുകളും ഗുണ്ടാ നേതാക്കളുമാണ് പങ്കെടുത്തത്. മട്ടാഞ്ചേരി ഹാരിസ്, തോക്കുകേസ് പ്രതി റിയാസ്, പുലി നസീർ, ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതി ബിലാൽ തുടങ്ങിയവരാണ് യോഗത്തിൽ ഉണ്ടായിരുന്നത്. യോഗത്തിൽ പങ്കെടുത്ത മട്ടാഞ്ചേരി സ്വദേശി ഷിബു ബാറിൽ വെച്ച് വയോധികനെ മർദ്ദിച്ച കേസിൽ ഇന്നലെ അറസ്റ്റിലായിരുന്നു. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. യോഗത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സുധാകരൻ തൂഫാൻ യോഗം വിളിച്ചതിനെ മന്ത്രി രമേശ് ചെന്നിത്തല തള്ളി. യോഗത്തെപ്പറ്റി അറിയില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥരാണ് യോഗങ്ങൾ വിളിക്കേണ്ടതെന്നും അല്ലാത്ത യോഗങ്ങൾ ഓപ്പറേഷൻ തൂഫാന്റെ തലയിൽ കെട്ടിവെക്കേണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ആഭ്യന്തര വകുപ്പ് അങ്ങനെ യോഗം കൂടുമെന്ന്? എനിക്കറിയില്ല. ആരുടെ യോഗമാണെന്ന് അറിയില്ല, ആര് വിളിച്ചെന്നും അറിയില്ല. ഓപ്പറേഷൻ തൂഫാൻ്റെ യോഗം വിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, അല്ലാണ്ട് വേറൊരു യോഗം ആരും വിളിക്കില്ല. അതൊക്കെ ഔദ്യോഗികമായി പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞേ ഞങ്ങൾ യോഗം വിളിക്കാറുള്ളൂ. ഈ യോഗത്തെ പറ്റി എനിക്കറിയില്ല, ആര് വിളിച്ചു എന്നറിയില്ല, ആര് പങ്കെടുത്തു എന്നറിയില്ല. അതുപോലെ ഏതായാലും ആ യോഗമൊന്നും ഓപ്പറേഷൻ തൂഫാൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ട. ഓപ്പറേഷൻ തൂഫാനെ തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. തങ്ങളുടെ അറിവോടെയല്ല സുധാകരൻ യോഗം വിളിച്ചതെന്ന കോൺഗ്രസ് എറണാകുളം ജില്ലാ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയോട് പ്രതികരിക്കാൻ സുധാകരൻ MP തയ്യാറായിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പരിശ്രമങ്ങളുടെ ഭാഗമാകാൻ യോഗത്തിൽ സുധാകരൻ ആവശ്യപ്പെട്ടു. യോഗത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വിമർശനം ഉയർന്നത്. നടന്നത് അനൗദ്യോഗിക യോഗം മാത്രമാണെന്നാണ് സുധാകരന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി പാസ്പോർട്ട് അനുബന്ധ കോൺസുലർ സേവനങ്ങളുടെ പുതുക്കിയ ഫീസ് പട്ടിക പുറത്തിറക്കി. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിരക്കുകൾ പുതുക്കിയത്. പുതിയ ഫീസ് 2026 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പുതുക്കിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിൻ്റെ സർക്കാർ ഫീസ് 23 കുവൈത്ത് ദിനാറിൽ നിന്നും 38 ഉയർന്നു. തൽക്കാൽ സേവനത്തിന് ഫീസ് 68 ദിനാറിൽ നിന്നും 76 ദിനാറായും 60 പേജുള്ള ജംബോ പാസ്പോർട്ടിന് 31 ദിനാറിൽ നിന്നും 53 ദിനാറായും തൽക്കാൽ ജംബോയ്ക്ക് 76 ദിനാറിൽ നിന്ന് 91 ദിനാറായും വർദ്ധിച്ചു. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 36 പേജുള്ള പാസ്പോർട്ടിന് പകരം പുതിയ പാസ്പോർട്ട് ലഭിക്കുന്നതിനുള്ള ഫീസ് 46 ദിനാറിൽ നിന്നും 76 ദിനാറായും അതിൻ്റെ
തൽക്കാൽ സേവനം 91 ദിനാറിൽ നിന്ന് 114 ദിനാറായും ഉയർന്നു. 60 പേജുള്ള ജംബോ പാസ്പോർട്ടിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഫീസ് 53 ദിനാറിൽ നിന്ന് 91 ദിനാറായും തൽക്കാൽ സേവനത്തിന് 91 ദിനാറിൽ നിന്ന് 129 ദിനാറായും പുതുക്കി. കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും നൽകുന്ന പുതിയ പാസ്പോർട്ടിൻ്റെ ഫീസ് 15 ദിനാറിൽ നിന്നും 25 ദിനാറായി ഉയർന്നു. 18 വയസ്സിന് താഴെയുള്ളവർക്ക് തൽക്കാൽ ഫീസ് 61 ദിനാറിൽ നിന്നും 65 ദിനാറായും വർദ്ധിച്ചു. കൗൺസിലർ സേവനങ്ങളിലും നിരക്ക് വർധനയുണ്ട്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, NRI സർട്ടിഫിക്കറ്റ്, NOC, സറണ്ടർ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സേവനങ്ങൾക്ക് സർക്കാർ ഫീസ് 8 ദിനാറിൽ നിന്നും 13 ദിനാറായി ഉയർന്നു. എമർജൻസി സർട്ടിഫിക്കറ്റ് ഫീസ് 5 ദിനാറായും സർട്ടിഫിക്കറ്റ് ഓഫ് ഐഡൻറ്റിറ്റി ഫീസ് 16 ദിനാറായും തുടരും. എന്നാൽ എംബസി ഫീസിന് പുറമെ കൗൺസിലർ സേവനദാതാക്കളുടെ 6 ദിനാർ സർവീസ് ചാർജും ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് 1 ദിനാറായും അധികമായി നൽകണം. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. പാസ്പോർട്ട് ഒരു പൗരത്വ രേഖയല്ലെന്ന നിലപാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സൗദി KMCC മക്കയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സൗദി KMCCയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിവിധ പദ്ധതികളും വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. പാസ്പോർട്ട് പൗരത്വ രേഖയല്ലെന്ന നിലപാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ മക്കയിൽ ആവശ്യപ്പെട്ടു. പാസ്പോർട്ട് പൗരത്വ രേഖ അല്ല എന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ തീരുമാനം അത് വലിയ ആശങ്കക്ക് ഇടവച്ചിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം. വിദേശ മലയാളികളെ വിദേശ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശ ഇന്ത്യക്കാരെന്നല്ല, പാസ്പോർട്ട് എന്നുള്ളത് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യൻ പൗരന്റെ ഒരു അവകാശമാണ്. ആ അവകാശം സ്വാഭാവികമായും ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്നതിന്റെ രേഖ തന്നെയാണ്. പ്രവാസി പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്ന് തങ്ങൾ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ഉറപ്പു നൽകിയതായി KMCC ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സൗദി KMCCയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2027 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി നിർധനരായ 50 യുവതികളുടെ സൗജന്യ സമൂഹ വിവാഹം നടത്തും. വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ വിവിധ പരിപാടികൾക്ക് പുറമെ പ്രവാസികൾക്ക് നാട്ടിലും സൗദിയിലുമായി നിക്ഷേപം നടത്താൻ ഉതകുന്ന വിപുലമായ പദ്ധതികൾക്ക് രൂപം നൽകിയതായും KMCC ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രവാസികളുടെ പെൻഷൻ തുക 5000 രൂപ ആക്കുക എന്നുള്ളത് നമ്മൾ എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു. മറ്റൊന്ന് സൗദി KMCC പ്രവർത്തകർക്കും കുടുംബങ്ങൾക്കും ഏറെ ഉപകാരപ്പെടുന്ന മെഡിക്കെയർ, പ്രവാസികൾക്ക് നാട്ടിൽ സുരക്ഷിതമായ നിക്ഷേപ പദ്ധതി. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ, ജനറൽ സെക്രട്ടറി അഷ്റഫ് വേങ്ങാട്ട്, ഭാരവാഹികളായ അഹമ്മദ് പാളയാട്ട്, നിസാം അമ്പാട്, നാസർ വെളിയങ്കോട്, ഹാരിസ് കല്ലായി, നാസർ എടവനക്കാട്, അരിമ്പ്ര അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. സുൽഫിഖ്റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഗുഡ് മോർണിംഗ് കേരളം അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. പക്ഷേ ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസമാണ്. പല വാർത്തകളുടെയും അപ്ഡേഷൻസും വന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. എല്ലാം കാണാം. ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.